അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ചാണ്. നമ്മൾ ഇതുവരെ എന്തൊക്കെ നോക്കിയായിരുന്നു? നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട്സ് നോക്കിയായിരുന്നു, എക്സൈറ്റേഷൻ കറണ്ട്, അതിൻ്റെ കോമ്പണൻസ് നോക്കിയായിരുന്നു. അതിലൂടെ നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ നോ ലോഡിലുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് നോക്കി. അതിൽ നിന്ന് നമ്മൾ എന്താണ് പിന്നെ നമ്മൾ ഒരു ആക്ച്വൽ ട്രാൻസ്ഫോമറിലേക്ക് പോയി, ഒരു റിയൽ ട്രാൻസ്ഫോമറിലേക്ക് പോയി, ലോഡഡ് കണ്ടീഷനിലേക്ക് പോയി, ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു, അപ്രോക്സിമേറ്റ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. അതിൽ നിന്ന് ഫേസർ ഡയഗ്രാം നോക്കി. അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ലോസസിനെ കാറ്റഗറൈസ് ചെയ്തു. ആ ലോസസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ടെസ്റ്റിങ്ങിലൂടെ നോക്കി അല്ലേ. അപ്പോൾ ആ ടെസ്റ്റിംഗ് ഒക്കെ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ റിസൾട്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏകദേശം 14 പോയിൻറ്റോളം ഞാനിവിടെ പറയുന്നുണ്ടാവും ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെഷനിൽ. എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ആ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കിയ വോൾട്ടേജ് റെഗുലേഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എഫിഷ്യൻസിയും ഏറ്റവും നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഈ 2 ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വൃത്തിയായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. മാത്രമല്ല നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കോൺസെപ്റ്റ്സും റിസൾട്ട്സും അറിഞ്ഞിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിനി വോൾട്ടേജ് റെഗുലേഷൻ്റെയും ഒരു സെഷൻ, അഡീഷണൽ സെഷൻ ഉണ്ടാവും. അതായത് നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന റിസൾട്ട്സ് എല്ലാം കൂടി, ചെറിയൊരു സെഷൻ ആയിരിക്കും, ഒരു ചെറിയ റിസൾട്ട്സ് എല്ലാം കൂടി ടാബ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. ആ ഡെഫിനിഷനിലൂടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ട്രാൻസ്ഫോമറിൻ്റെ ഒരു എഫിഷ്യൻസി, നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമുക്ക് ലോസസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ വാട്ട് മീറ്റർ റീഡിംഗ് ആണോ, ഡയറക്റ്റ് ലോഡിംഗ് ആണോ, അല്ല വേറെ ഏതെങ്കിലും രീതിയിലാണോ ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് കണ്ടുപിടിക്കണം? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണെന്ന് അറിയാം, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അപ്പം അതിൽ നിന്ന് ആ ലോസസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എഫിഷ്യൻസിയിലേക്ക് എത്താൻ പറ്റുക? അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാവുക? ഈ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഉള്ള ലോഡ് കറണ്ടിൻ്റെ കണ്ടീഷൻ എന്താണ്? അല്ലെങ്കിൽ ഈ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്തുള്ള KVA റേറ്റിംഗ് എന്താണ്? അതുപോലെ തന്നെ ഇത് ഫുൾ ലോഡ് സമയത്ത് മാത്രമാണോ, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ കറണ്ട്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ കറണ്ടിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ആ സമയത്തുള്ള KVA റേറ്റിംഗ് എന്താണ്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ എഫിഷ്യൻസി റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്. അതെല്ലാമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ലോസസ് ഉണ്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. കാരണം എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോസസ് അറിയണം അല്ലേ. എഫിഷ്യൻസിയിൽ ലോസസ് എന്ന് പറയുന്ന ടേം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ്? അയൺ ലോസും കോപ്പർ ലോസും ആയിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഓരോ ലോസിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തായിരുന്നു. അതിൽ അയൺ ലോസ് എന്തൊക്കെ കാരണം ഉണ്ടാകുന്നു, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതെല്ലാം നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. അതിൽ നിന്ന് തന്നെ ലോസസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ, ട്രാൻസ്ഫോമർ എഫിഷ്യൻസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഇനി ഈ ലോസസ് എന്താണ്? വാട്ട് ഈസ് ദിസ് ലോസസ്? ലോസസ് ഇസ് ഗിവൺ ബൈ 1/η, അതായത് എഫിഷ്യൻസി ഇൻറ്റു ഔട്ട്പുട്ട് ആണ്. ഈ എഫിഷ്യൻസിക്ക് തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ലോസസ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് വേണമെങ്കിലും പറയാം. എഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതനുസരിച്ച് നമുക്ക് പല രീതിയിൽ ഇതിനെ ഫ്രെയിം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഈ 2 ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം പലപ്പോഴും ഈ ലോസസ് കണ്ടുപിടിക്കാനായിട്ട് ട്രാൻസ്ഫോമറിൽ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ എഫിഷ്യൻസി തന്നിട്ട് ഔട്ട്പുട്ട് KVA റേറ്റിംഗ് നമുക്ക് അറിയായിരിക്കും. കറസ്പോണ്ടിംഗ്ലി നമുക്ക് ലോസസ് കണ്ടുപിടിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എഫിഷ്യൻസി ഔട്ട്പുട്ട് തന്നിട്ടുണ്ടാവും, ലോസസിനെ ബേസ് ചെയ്ത് തന്നിട്ടുണ്ടാവും, ലോസസും ഔട്ട്പുട്ട് തന്നിട്ടുണ്ടാവും. ഈ ഒരു ഇക്വേഷൻ ഈ ഒരു 2 ഇക്വേഷൻസും എല്ലാ മെഷീൻസിനും വാലിഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമുക്ക് ഇത് മാത്രം പോരാ, നമുക്ക് ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫിഷ്യൻസി വെൻ റേറ്റഡ് കറണ്ട് ഫ്ലോസ്, റേറ്റഡ് കറണ്ട് I2 ഫ്ലോ ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡറിയിലുള്ള റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ റേറ്റഡ് വോൾട്ടേജിൽ അറ്റ് എ ഗിവൺ പവർ ഫാക്ടർ തന്നിട്ടുണ്ടാവും. അറ്റ് എ ഗിവൺ പവർ ഫാക്ടർ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമുക്ക് മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കണം. അതും ലോസസുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പം നമുക്ക് പല ലോഡ്സിൽ ഒരു പവർ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ലോഡ് വേരിയിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എഫിഷ്യൻസി വരുന്നത്, അല്ലെങ്കിൽ പവർ ഫാക്ടർ
വേരി ചെയ്യിപ്പിച്ചിട്ട് ലോഡ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഈ എല്ലാ ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള റിസൾട്ട്സും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ, ലോസസ്, ഹൗ ടു ഒപ്റ്റെയിൻ ദ ലോസസ്, അതായത് നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ലോസസ് എടുക്കുന്നത് എന്നുള്ളത്. കാരണം നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലി ലോസസ് എടുക്കാം. അതിൽ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് വേറൊരു ഡയറക്റ്റ്ലി ഉള്ള മെത്തേഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എഫിഷ്യൻസി ഫോർ എ ഗിവൺ പവർ ഫാക്ടർ, കറണ്ട്, വോൾട്ടേജ്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എഫിഷ്യൻസി ഫോർ എ ഗിവൺ പവർ ഫാക്ടർ, വോൾട്ടേജ് ആൻഡ് വേരിയിങ് ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇക്വേഷൻ, അതിനുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് ലോഡ്, വേരിയബിൾ പവർ ഫാക്ടർ. അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് പവർ ഫാക്ടർ, വേരിയബിൾ ലോഡ്. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ടാവും. കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി, ഈ മാക്സിമം എഫിഷ്യൻസി മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അത് ഏത് കറണ്ടിൽ, ലോഡ് കറണ്ട് അല്ലെങ്കിൽ ഏത് ഇപ്പോൾ റേറ്റഡ് കറണ്ട് അല്ലാതെ ഏത് കറണ്ടിലാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റേറ്റഡ് കറണ്ടിലാണോ, റേറ്റഡ് കറണ്ടിലാണെങ്കിൽ തന്നെ കണ്ടീഷൻ എന്താണ്, ഇത് ലോസസിനെ ബേസ് ചെയ്തുള്ള കണ്ടീഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ KV അറ്റ് മാക്സിമം എഫിഷ്യൻസി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് എ ഫ്രാക്ഷൻ ലോഡ്. കാരണം നമുക്ക് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പല ലോഡിലായിരിക്കും വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഇപ്പം നമുക്കൊരു ട്രാൻസ്ഫോമറിനെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര ലോഡിൽ അത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് നമുക്ക് നേരത്തെ അറിയണം. ഇതെല്ലാം ഡിസൈൻ കൺസ്ട്രെയിൻ ആണ്. ഇത് ശരിക്കും ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിനെ ഡിസൈൻ ചെയ്യുന്നത്. അല്ല, ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്തിട്ടല്ല നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഏറ്റവും അവസാനം നോക്കുന്നത് എന്തിനാണ്, ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എഫിഷ്യൻസി, നേരത്തെ ഡിസ്കസ് ചെയ്ത വോൾട്ടേജ് റെഗുലേഷൻ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കോർ ഡിസൈൻ ചെയ്യാനായിട്ട്. കാരണം ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോമർ, ഫോർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ കണ്ടോ, പോയിന്റ് നമ്പർ 13 and 14, മാക്സിമം എഫിഷ്യൻസി ഫോർ എ പവർ ട്രാൻസ്ഫോമറും ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും രണ്ടും ഡിഫറൻ്റ് ആണ്. അത് രണ്ടും അച്ചീവ് ചെയ്യുന്ന കണ്ടീഷൻ ഡിഫറൻ്റ് ആണ്. അത് രണ്ടും അച്ചീവ് ചെയ്യുന്ന കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. കാരണം പവർ ട്രാൻസ്ഫോമർ പോലെയല്ല ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. കാരണം പവർ ട്രാൻസ്ഫോമറിൻ്റെ ഇത് ലോഡ് കർവ് അല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യേണ്ട കറണ്ട് റേറ്റിംഗും ഡിഫറൻ്റ് ആണ്. കറസ്പോണ്ടിംഗ്ലി അവിടെ ഉണ്ടാകുന്ന കോറിലുള്ള ഫ്ലക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിംഗ്ലി കോർ ഡിസൈൻ ചെയ്യേണ്ടതും വേറൊരു രീതിയിലായിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ അയൺ ടു കോപ്പർ റേഷ്യോ ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാനായിട്ട്, കൺസ്ട്രക്ഷനിലേക്ക് പോകാനായിട്ട്. അതായത് കൺസ്ട്രക്ഷൻ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്ട് മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ നോക്കുന്ന KV അറ്റ് മാക്സിമം എഫിഷ്യൻസി പറഞ്ഞു, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ് പറഞ്ഞു, ഫ്രാക്ഷൻ ലോഡ് അറ്റ് മാക്സിമം എഫിഷ്യൻസി എത്ര വാല്യൂ ആണ്, അതായത് എന്താണ് ആ ഫ്രാക്ഷൻ ലോഡ് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി, അതായത് എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എഫിഷ്യൻസി വെർസസ് കറണ്ട് കർവ്. അപ്പം ഈ പറയുന്ന നമ്മളുടെ ഫുൾ ലോഡ് കറണ്ടും അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിലെ കറണ്ടും എഫിഷ്യൻസി ആയിട്ടുള്ള പ്ലോട്ട് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു പവർ ഫാക്ടർ, ഓരോ പവർ ഫാക്ടർ റേറ്റിംഗിനുള്ള കറസ്പോണ്ടിങ്ങിലുള്ള എഫിഷ്യൻസി കറണ്ട് കർവ്. ഇത് ഇത്രയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കറിയാവുന്ന ക്ലീഷേ ഇക്വേഷൻ തന്നെയാണ് എന്ത്, ഔട്ട്പുട്ട് എഫിഷ്യൻസി ഇസ് ഗിവൺ ബൈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതിൻ്റെ ഇക്വേഷൻസ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എന്തിനാണ് നമ്മൾ എഫിഷ്യൻസി ട്രാൻസ്ഫോമറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? the power and distribution transformers are designed to operate at constant RMS. നമ്മളൊരു RMS വോൾട്ടേജും കറണ്ടും അതിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫോമറിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നടക്കുള്ളൂ. നമ്മളുടെ കോസ്റ്റ്, കാരണം നമ്മളിതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇതിൻ്റെ ലോഡ് സപ്ലൈ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഡിസൈനർ പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ സപ്ലയർ പെർസ്പെക്റ്റീവിലോ എന്തായിരിക്കണം, അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു യൂട്ടിലിറ്റി ആണെങ്കിലും. അപ്പോൾ power and distribution transformers are designed to operate under conditions of constant RMS voltage and frequency so that the efficiency and regulation are നമ്മളിപ്പോൾ പഠിക്കുന്ന എഫിഷ്യൻസിയും തൊട്ട് മുമ്പ് പഠിച്ച റെഗുലേഷനും എന്താണ്, ഈ വോൾട്ടേജ് റെഗുലേഷനും അതുപോലെ തന്നെ എഫിഷ്യൻസിയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ ഒരു പവർ സിസ്റ്റത്തിൻ്റെ തന്നെ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെയൊക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റെ എഫിഷ്യൻസി, ആ മൊത്തം സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ ഒന്ന് എന്താണ്, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ പാരാമീറ്റേഴ്സാണ്. അതായത് എഫിഷ്യൻസിയും റെഗുലേഷൻ എന്ന് പറയുന്ന പാരാമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താണ്, റേറ്റഡ് കപ്പാസിറ്റി ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് റേറ്റഡ് വോൾട്ടേജ് ആൻഡ് റേറ്റഡ് ഫുൾ ലോഡ് കറണ്ട് അറ്റ് ദി ഔട്ട്പുട്ട് സൈഡ്. അതായത് നമ്മളിവിടെ എഫിഷ്യൻസി, ഈ ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഇത് എന്ത് ഔട്ട്പുട്ടാണ്, അതാണ് ആ ഫസ്റ്റ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് റേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V2 I2 at a specified power factor. പറഞ്ഞിട്ടുണ്ട് ഇതാണോ, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പവർ ഫാക്ടർ, ഓർ ഔട്ട്പുട്ട് നമ്മൾ പറയുന്നത് എന്താണ്, അറ്റ് എ സ്പെസിഫിക് പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V2 I2 cos phi ആണ്. ഞാൻ V2 എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ
V2 I2 cos phi. ഇൻപുട്ട് എന്ന് എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ എന്ത് എഴുതാം, ദാറ്റ് ഇസ് ഇതാണ് ഔട്ട്പുട്ട് അല്ലേ, V2 I2 cos phi 2. ഈ phi 2 എന്ന് പറയുന്നത് എന്താണ്, phi 2 എന്ന് പറയുന്നത് ലോഡ് സൈഡിലുള്ള ലോഡ് പവർ ഫാക്ടർ ആംഗിൾ ആണ്. ലോഡ് പവർ ഫാക്ടർ ആംഗിൾ ആണ് phi 2. cos phi 2 ഞാൻ ലോഡ് പവർ ഫാക്ടർ ആണ്. അപ്പോൾ പ്ലസ് ലോസസ് ആണ്. ഈ ലോസസ് തന്നെ എന്തൊക്കെയുണ്ട്, ലോസസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അയൺ ലോസും ഉണ്ട് പ്ലസ് കോപ്പർ ലോസും ഉണ്ട്. ഇവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പി അയൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി അയൺ ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പി കോർ ലോസ് അല്ലേ, കോർ ലോസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറഞ്ഞു. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ദീസ് ആർ പി കോൺസ്റ്റൻറ്റ് ലോസസ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ലോസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് മാറുന്നില്ല എങ്കിൽ, ഫ്രീക്വൻസി മാറുന്നില്ല എങ്കിൽ ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. V/F ആണല്ലോ ഫൈ എന്ന് പറയുന്നത്. സോ ഫൈ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം, ഫൈ എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവുന്നത്, ആസ് ലോങ് ആസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ്. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജോ ഫ്രീക്വൻസിക്കോ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ് കോറിൽ. അതുകൊണ്ട് തന്നെ അയൺ ലോസസ് ആർ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം PI ഓർ അയൺ ലോസ് ഓർ കോർ ലോസ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് ലോസ്. ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് പറയാം എന്താണ്, കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് പറയാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ലോസസ്. അതുപോലെ തന്നെ കോപ്പർ ലോസ് എന്ന് പറയുന്ന PCU ലോസിന് നമ്മൾ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു I²R ലോസ് അല്ലേ. നമ്മൾ സെക്കൻഡറി സൈഡാണ് എടുക്കുന്നതുകൊണ്ട് I²R എന്താണ്, R ഇക്വലൻറ്റ് I²R R02 ആണ്. ഇതെന്താണ്, ഡിപ്പെൻഡ് ചെയ്യപ്പെടും നമ്മുടെ ലോഡ് വേരിയബിൾ ആണ്. കാരണം നമുക്കൊരു ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ലോഡ് വേരിയബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യപ്പോൾ കറണ്ട് I²R ലോസ് മാറാം, അതായത് കോപ്പർ ലോസ് മാറാം. അതായത് കോപ്പർ ലോസ് എന്തെന്ന് നമുക്ക് പറയാം, കോപ്പർ ലോസ് ഇസ് കാറ്റഗറൈസ്ഡ് ആസ് എ വേരിയബിൾ ലോസ്. ഓക്കെ, ഇപ്പോൾ വേരിയബിൾ ലോസ് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പർ ലോസ് ആണ്. കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, അയൺ ലോസ് ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു V2 I2 cos phi 2 by V2 I2 cos phi plus PI plus PCU ആണ്. ഇതാണ് എന്ത് ട്രാൻസ്ഫോമറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് ഇനി അടുത്തേക്ക് പോകാം. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. സോ ഇറ്റ് ഈസ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് യൂസ്ഫുൾ പവർ ഔട്ട്പുട്ട് ടു ദി ഇൻപുട്ട് ഗിവൺ ടു ദി ട്രാൻസ്ഫോമർ. യൂസ്ഫുൾ പവർ ഔട്ട്പുട്ട് V2 I2 cos phi 2. ഇത് ഓർത്തിരിക്കുക. ഇവിടെ വരുന്ന പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലോഡിൻ്റെ പവർ ഫാക്ടർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് എഫിഷ്യൻസി. നമ്മളിപ്പോൾ ഇവിടെ ഈ ഇക്വേഷനൊക്കെ പറഞ്ഞു അല്ലേ. ഈ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, or that is given by output by input എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, it can also be represented as 1 that is equal to output by output plus losses, or that is given by 1 minus losses by output plus losses അല്ലേ. ഈ ഇത്രയും പറഞ്ഞു. ഇനി ഇവിടെയൊക്കെ നിൽക്കുന്ന ഒരു ടേം എന്താണ്, ഈ ലോസസ് ആണ്. ഈ ലോസസ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഇവിടെ ഈ ലോസസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു P അയൺ ലോസും P കോപ്പർ ലോസും ആണ് അല്ലേ. ഈ അയൺ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ദീസ് ആർ കോൺസ്റ്റന്റ് ലോസസ്, ദീസ് ആർ വേരിയബിൾ ലോസസ്. ഈ ലോസസ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ട്രാൻസ്ഫോമർ എടുക്കുക, ആ ട്രാൻസ്ഫോമറിനെ ഡയറക്റ്റ് ലോഡ് ചെയ്യിപ്പിക്കുക, ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ട്രാൻസ്ഫോമറിൻ്റെ ലോസസിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എങ്ങനെ, വാട്ട് മീറ്റർ വെച്ചിട്ട്. പക്ഷേ ഒരു ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ, ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഒരു മെഷീനാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ ദി റേഞ്ച് ഓഫ് 96, 98 അല്ലെങ്കിൽ 95+ റേഞ്ചിലുള്ള ഒരു എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് നമുക്ക് ഒരു വാട്ട് മീറ്റർ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ലോഡിങ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് പറ്റും, ഒരു വാട്ട് മീറ്റർ റീഡിങ്സിൽ തന്നെ ഏകദേശം എന്തുണ്ടാവും, ഒരു 1 to 2% അല്ലെങ്കിൽ ലെസ് ദാൻ 3% എറർ എന്തായാലും എന്തുണ്ടാവും, ഒരു വാട്ട് മീറ്റർ റീഡിങ്സിലുണ്ടാവും. മാത്രമല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്താണ്, ഡയറക്റ്റ് ലോഡിങ് കൊണ്ടുണ്ടാകുന്ന ലോസസ്. പലപ്പോഴും MVA റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ഒക്കെ ആണെങ്കിൽ അവിടെ ഡയറക്റ്റ് ലോഡ് ചെയ്യാനായിട്ടുള്ള ലോഡ് ഫെസിലിറ്റി തന്നെ നമുക്ക് അവൈലബിൾ അല്ല, അത് പ്രാക്ടിക്കലും അല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരുന്നത്, SC ടെസ്റ്റ് OC ടെസ്റ്റും ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഈ ലോസസ് കണ്ടുപിടിക്കാനായിട്ട് വി യൂസ് SC ആൻഡ് OC ടെസ്റ്റ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ SC ആൻഡ് OC ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അയൺ ലോസും
അയൺ ലോസും ആൻഡ് പി കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡും നമ്മൾ കണ്ടുപിടിക്കും. കാരണം ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാരണം ഒരു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പർ ലോസ് കണ്ടുപിടിക്കാം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ്ങിലുള്ള അയൺ ലോസ് കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഈ പറയുന്ന എഫിഷ്യൻസിയിൽ ലോസസ് എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വി ഡോണ്ട് ഗോ ഫോർ വാട്ട് മീറ്റർ റീഡിംഗ് നമ്മൾ ഉപയോഗിക്കാറില്ല. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻ എറർ. കാരണം നമ്മളിവിടെ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏകദേശം 95 to 98% വരെ എഫിഷ്യൻസി ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു 1 to 2% എറർ വരിക എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു വാട്ട് മീറ്റർ റീഡിംഗ്. കാരണം ഇത്രയും ഹൈ റേറ്റിംഗ് ഉള്ള വാട്ട് മീറ്റേഴ്സ് നമ്മൾ വാട്ട് മീറ്ററിൽ തന്നെ ലോസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വാട്ട് മീറ്റർ ഉപയോഗിച്ച് അതിനെ ഡയറക്റ്റ് ലോഡിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 to 2% എറർ ഈ വാട്ട് മീറ്റർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി അക്സെപ്റ്റബിൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ഡോണ്ട് ഗോ ഫോർ വാട്ട് മീറ്റർ ഓർ ഡയറക്റ്റ് ലോഡിംഗ്. നമ്മൾ എന്ത് ചെയ്യാറില്ല, ഡയറക്റ്റ് ലോഡിംഗ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് കണ്ടുപിടിക്കാറില്ല. സോ വി ഗോ ഫോർ SC ആൻഡ് OC ടെസ്റ്റ്. അതിൽ നിന്ന് നമുക്ക് അയൺ ലോസസും കോപ്പർ ലോസും നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി നമുക്ക് അതിന് ഇപ്പം അതുപോലെ തന്നെ ഞാൻ ലോസസിൻ്റെ വേറൊരു ഇക്വേഷൻ പറഞ്ഞു. ലോസസ് ഈസ് ഈക്വൽ ടു എന്താണ്, 1/- എഫിഷ്യൻസി ഇൻറ്റു ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇത്രയും ഇക്വേഷൻസും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് മീറ്റർ റീഡിംഗ്സ് ആർ ലയബിൾ ടു ഹാവ് എൻ എറർ ഓഫ് 1 to 2%. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, the best and accurate method for determining the efficiency അല്ലെങ്കിൽ to determine the losses is by SC and OC test. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. The effect of meter readings are confined only. കാരണം നമ്മളിവിടെ SC ടെസ്റ്റും OC ടെസ്റ്റിലും ഉള്ള വാട്ട് മീറ്ററിൻ്റെയും അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടാവും, ഈ പറയുന്ന SC ടെസ്റ്റിൻ്റെയും OC ടെസ്റ്റിൻ്റെയും ഇതിൽ നമ്മൾ വാട്ട് മീറ്റർ അല്ലേ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലോസസ് മാത്രമാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഡയറക്റ്റ് ലോഡിംഗ് അല്ല കാണിക്കുന്നത്, ആ ലോസസ് മാത്രമാണ്. അപ്പോൾ അവിടെ ഉള്ള നമ്മൾ നേരത്തെ പറഞ്ഞു അത് കണ്ടുപിടിക്കുന്നത് എന്താണ്, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പെർട്ടിക്കുലർ ലോസസ് മാത്രമേ ഉള്ളൂ. ആ എറർ എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ പറയുന്ന എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലോസസിൻ്റെ ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ത്രൂ SC ആൻഡ് OC ടെസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റും ആക്യുറേറ്റും ആയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ ആണല്ലോ. അപ്പം വി ഡോണ്ട് ഗോ ഫോർ ഡയറക്റ്റ് ലോഡിംഗ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിൽ ലോസസ് ആണ്. കാരണം നമുക്ക് ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ട്രാൻസ്ഫോമർ ലോസസ് എന്തൊക്കെയാണ്, ലോസസിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു. ഈ ഇൻപുട്ടിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന റേറ്റഡ് വോൾട്ടേജ് ആൻഡ് റേറ്റഡ് കറണ്ട്, ഈ റേറ്റഡ് കറണ്ട് തന്നെയാണ് ഞാൻ ഇനി അങ്ങോട്ട് I ഫുൾ ലോഡ് എന്ന് പറയാൻ പോകുന്നത്. അത് തന്നെയാണ് എന്ത്, I റേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റഡ് കറണ്ടിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ ലോഡിൽ റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എഫിഷ്യൻസി അല്ലെങ്കിൽ പവർ ഫ്ലോ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീഫായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്തായിരുന്നു, ഇതിലിപ്പോൾ ഇത് ഒരു വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ് 1, ഇത് പ്രൈമറി വൈൻഡിങ് 2 അല്ലേ. കറസ്പോണ്ടിംഗ്ലി ഇവിടെ എന്തുണ്ട്, ഇതിന് കറസ്പോണ്ടിംഗ്ലി R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിന് കറസ്പോണ്ടിംഗ്ലി R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം കോപ്പർ വയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലോസസ് എത്രയാണ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന ആക്റ്റീവ് ലോസസ് റിയൽ ലോസസ് എത്രയാണ്, I2 R1 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ലോസ് എത്രയാണ്, I2 സ്ക്വയർ R2 ആണ്. I1 സ്ക്വയർ R1 ആൻഡ് I2 സ്ക്വയർ R2 ആണ് ഇവിടെ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോപ്പർ ലോസ് ഇൻ ദ വൈൻഡിങ്സ് ആർ ഗിവൺ ബൈ PCU is equal to I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R2 അല്ലേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ എഫിഷ്യൻസി എല്ലാം നമ്മൾ സെക്കൻഡറി സൈഡിലോട്ട് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, സോ ദിസ് ഇസ് സെയിം ആസ് I2 സ്ക്വയർ R02 അല്ലേ. ഞാനിതിനെ സെക്കൻഡറി സൈഡിൽ R02 എന്താണ്, വേറെ R02 ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. R2 പ്ലസ് R1 ഡാഷ് നമ്മൾ മൊത്തത്തിനെയും ഇങ്ങോട്ടേക്ക് മാറ്റി സെക്കൻഡറി സൈഡിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത്, നമ്മളുടെ ടോട്ടൽ കോപ്പർ ലോസിൻ്റെ ട്രാൻസ്ഫോമർ. സോ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇറ്റ് ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R02. അയൺ ലോസ് എന്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞു, അയൺ ലോസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഈ കോർ കാരണമാണ് എന്ത് അയൺ ലോസ് ഉണ്ടാകുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കോർ ലോസ്. ഇതാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ സിമ്പിളൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡലിൽ പറഞ്ഞാണ് അല്ലേ. എയർ കോഡ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അയൺ കോഡ് ട്രാൻസ്ഫോമർ, ഇത് വരയ്ക്കുമ്പോൾ എന്താവും, അയൺ കോഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഫസ്റ്റ് മോഡലിൽ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കോപ്പർ ലോസും അയൺ ലോസും കിട്ടി, അത് എങ്ങനെ പ്രാക്ടിക്കലി കിട്ടണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമുക്കിപ്പോൾ ലോസസ് അറിയാമെങ്കിൽ
ദാറ്റ് ഈസ് നമുക്ക് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനിലേക്ക് ആയത്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എന്തായിരുന്നു? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ആ ലോസസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അല്ലേ. സോ ഇവിടെ നമുക്ക് ബേസ്ഡ് ഓൺ അറ്റ് റേറ്റഡ് വോൾട്ടേജ്, സി എഫിഷ്യൻസി അറ്റ് റേറ്റഡ് വോൾട്ടേജ് നമ്മൾ എടുക്കുകയാണ്. റേറ്റഡ് വോൾട്ടേജ് V2, അതുപോലെ തന്നെ റേറ്റഡ് കറണ്ട് I2, റേറ്റഡ് കറണ്ട് I2, അതുപോലെ തന്നെ അറ്റ് സ്പെസിഫൈഡ് പവർ ഫാക്ടർ cos phi2 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്ത്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റേറ്റഡ് വോൾട്ടേജ്, റേറ്റഡ് കറണ്ട്, കോസ് ഫൈ അല്ലേ. നമുക്ക് ഇതിൽ നിന്നായിരിക്കും എന്ത് ഔട്ട്പുട്ട് കിട്ടുക, ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ. ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ എന്താണ്? VI cos phi. ഈ ഒരു കണ്ടീഷനിൽ റേറ്റഡ് വോൾട്ടേജ്, റേറ്റഡ് കറണ്ട്, സ്പെസിഫൈഡ് പവർ ഫാക്ടർ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇസ് ഗിവൺ ബൈ V2 I2 cos phi2 ആണ്, ആണല്ലോ. കറസ്പോണ്ടിംഗ്ലി ലോസസ് എന്തൊക്കെയാണ്? ഇവിടെയുള്ള ലോസസ് എന്തൊക്കെയാണ്? നമുക്ക് ലോസസ് ഇസ് ഈക്വൽ ടു പി അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് പ്ലസ് എന്തായിരുന്നു? I2 സ്ക്വയർ R02 ആണ്. I2 സ്ക്വയർ R02 ആണ്. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ ഇവിടുത്തെ ലോസസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ V2 I2 cos phi 2 ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് അല്ലേ. ഔട്ട്പുട്ട് എന്താണ്? V2 I2 cos phi 2 പ്ലസ് അയൺ ലോസ് പ്ലസ് P കോപ്പർ ലോസ്. കോപ്പർ ലോസിന് വരെ നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R02. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി എല്ലാ ഡിസ്കഷനും നടത്താൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. ഇതാണ് എന്ത്? ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എഫക്റ്റ് ഓഫ് ലോഡ്, പവർ ഫാക്ടർ ഓൺ എഫിഷ്യൻസി എന്താണ്? ഇത് നമുക്ക് എഫിഷ്യൻസി അറിയാം. എഫിഷ്യൻസി അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ഇതാണല്ലോ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതാണല്ലോ ലോഡ്. ഈ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റഡ് കറണ്ട് അതാണ് എന്ത്? I2 എന്ന് പറയുന്നത് അല്ലെ. റേറ്റഡ് കറണ്ടാണ് I2. ഇത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഡ് എന്ന് പറയുന്നത് എന്താണ്? I2. ഇത് ഫുൾ ലോഡ് അല്ലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ ഫുൾ ലോഡ്, കാരണം കുറച്ച് ടേംസ് ഒക്കെ നമ്മുടെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫുൾ ലോഡിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് I rated. ഈ I rated ആണ് എന്ത്? അതിനെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് I ഫുൾ ലോഡ് എന്ന് പറയുന്നത്. അതിനെയാണ് റേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫുൾ ലോഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I ഫുൾ ലോഡാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ ചെയ്ത പ്രോബ്ലത്തിൽ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ വോൾട്ടേജ് റെഗുലേഷനൊക്കെ ചെയ്തില്ലേ, അതിൽ ഡിവൈഡഡ് ബൈ ഒരു 20 kVA 2000 ബാർ 200 വോൾട്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇതിൻ്റെ I റേറ്റഡ് എന്താണ്? I റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ദാറ്റ് ഇസ് സെയിം ആസ് I ഫുൾ ലോഡ്. അത് എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു KVA റേറ്റിംഗ് അറ്റ് ഔട്ട്പുട്ട് എത്രയാണ്? 20,000 ബൈ 200 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആംപിയർ ആണ് എന്ത്? I റേറ്റഡ്. അത് തന്നെയാണ് എന്ത്? I ഫുൾ ലോഡ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഈസ് വർക്കിംഗ് അറ്റ് റേറ്റഡ് ലോഡ് അല്ലെങ്കിൽ ഫുൾ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സെക്കൻഡറി സൈഡിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഈ കേസിലാണെങ്കിൽ 100 ആംപിയർ ഫ്ലോ ചെയ്യുകയാണ്. ഇനി ഇവിടെ തന്നെ ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമല്ല ഈ പോയിന്റ് പറഞ്ഞത്. ഇനി ഇവിടെ ഒരു ഫ്രാക്ഷണൽ ലോഡാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് ഹാഫ് ദി ഫുൾ ലോഡ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇറ്റ് വിൽ ബി ഐദർ ഒരു എപ്പോഴും ഫുൾ ലോഡ് കണ്ടീഷൻ ആവുന്നില്ല. ഹാഫ് ദി ഫുൾ ലോഡ് അല്ലെങ്കിൽ 3/4 ദി ഫുൾ ലോഡ്, 1/4 ദി ഫുൾ ലോഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? അവിടെ സെക്കൻഡറിയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തല്ല? I ഫുൾ 100 ആംപിയർ അല്ല, മറിച്ച് 1/4 ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ സെക്കൻഡറിയിൽ എത്രയാണ് റേറ്റ്? അപ്പോൾ അവിടുത്തെ സെക്കൻഡറിയിലുള്ള കറണ്ട് എത്രയാണ്? ലോഡിൽ ഡെലിവറി ചെയ്യുന്ന ആ ട്രാൻസ്ഫോമർ ലോഡിലേക്ക് കൊടുക്കുന്ന കറണ്ട് എത്രയാണ്? 1/4 ടൈംസ് 100 ആംപിയർ ആണ്. അതായത് 25 ആംപിയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ഇതിന് ഒരു പല മീനിങ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ദാറ്റ് ഈസ് അറ്റ് ഫുൾ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ബേസിലാണ് ഞാൻ പറയുന്നത്. ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇറ്റ് ഈസ് 100 ആംപിയർ. ഓക്കെ.
അറ്റ് ഹാഫ് ദി ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി എത്രയായിരിക്കും? ഹാഫ് ദി ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ 50 ആംപിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുക. ഇനി അത് മാത്രമല്ല, ഹാഫ് ദി ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? KVA റേറ്റിംഗ് എന്തായിരിക്കും? നമുക്ക് എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൽ സെക്കൻഡറി സൈഡിലെ കോൺസ്റ്റന്റ് ആയിരിക്കും 200. ഇപ്പോൾ പ്രൊവൈഡ് ബാക്കി എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ 200 ഇൻറ്റു എത്ര ആയിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് KVA എത്രയേ ഉണ്ടാവുള്ളൂ? 10 KVA ഉണ്ടാവുള്ളൂ. 10 KVA ആയിരിക്കും അല്ലേ ഔട്ട്പുട്ട് KVA. അത് അപ്പോൾ ഇത് തന്നെയാണ് എന്ത് പറയുന്നത്? ഇതെന്താണ് ഹാഫ്? ഇപ്പം ഹാഫ് ദി ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് 10 KVA ആണെന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം ഈ ഓരോ ടേമിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പല ഇൻഫർമേഷനും അതിൽ നിന്ന് കിട്ടും. അത് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പം. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആവും, എന്താണ് അവർ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ഐ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് ആണ്. ഹാഫ് ദി ഫുൾ ലോഡ് എന്ന് അല്ലെങ്കിൽ ഹാഫ് ദി റേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഫുൾ ലോഡ് കറണ്ടിന്റെ ഹാഫ് 3/4 ഇൻറ്റു 3/4 ചെയ്താൽ മതി. ആ സമയത്ത് കറസ്പോണ്ടിംഗ്ലി ഇഫ് വോൾട്ടേജ് ഇസ് ഹെൽഡ് കോൺസ്റ്റന്റ്, വോൾട്ടേജ് ഇസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റന്റ്, കറസ്പോണ്ടിംഗ്ലി KVA റേറ്റിംഗ് എന്തായിരിക്കും? അതേ ഫ്രാക്ഷനിലായിരിക്കും കുറയുക. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മൾ ഇനി ഒരു എഫിഷ്യൻസി എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഇത് റേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ദിസ് ഇസ് ദ എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ് അല്ലെങ്കിൽ റേറ്റഡ് കണ്ടീഷൻ. എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ് അല്ലെങ്കിൽ റേറ്റഡ് കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മളിപ്പോൾ കറണ്ട് എടുത്തിരിക്കുന്നത് റേറ്റഡ് കറണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് വരെ ഒരു ഫ്രാക്ഷൻ ലോഡാണ് തന്നിരിക്കുന്നതെങ്കിലോ കറസ്പോണ്ടിംഗ്ലി എന്ത് ചെയ്യുക? ഈ പറയുന്ന I2 പറയാൻ എന്ത് ചെയ്യുക? I2ൻ്റെ കൂടെ ആ ഫ്രാക്ഷൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ എക്സ് ആണ് ഫ്രാക്ഷൻ എങ്കിൽ നമ്മളിപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞില്ലേ, എക്സ് ടൈംസ് ഫുൾ ലോഡ് എന്ന് പറയുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി എക്സ് ടൈംസ് ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടൈംസ് 100 ആംപിയർ. ഓർ എക്സ് എന്ന് പറയുന്ന ഹാഫ് ആണെങ്കിൽ എന്താണ്? 100 ആണ്. ഇവിടെ നമ്മൾ ഇവിടെ എക്സ് ഈക്വൽ ടു എത്രയാണ്? 1/2 ആണ്. കറസ്പോണ്ടിംഗ്ലി ആ ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ എഫിഷ്യൻസിയുടെ കാൽക്കുലേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? വി ഹവ് ഫൗണ്ട് ദി ജനറൽ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ജനറൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇപ്പോൾ നമുക്ക് V2ൻ്റെ വേരിയേഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് നമ്മൾ പറഞ്ഞു V2 കോൺസ്റ്റന്റ്, ഇഫ് V2 അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ V2 ഇസ് നെഗ്ലക്റ്റഡ്, ഇഫ് വേരിയേഷൻ ഇൻ V2 is neglected, ഇത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, വേരിയേഷൻ V2 is neglected, then നമുക്ക് എന്ത് പറയാം? ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? കറസ്പോണ്ടിംഗ്ലി എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ദിസ് കറണ്ട് വാല്യൂ ആൻഡ് ദി പവർ ഫാക്ടർ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി അങ്ങോട്ട് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ 14 പോയിന്റിൽ ഉള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം എഫിഷ്യൻസി. സോ ഇഫ് V ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, കാരണം പലപ്പോഴും നമ്മൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഹെൽഡ് കോൺസ്റ്റന്റ്, അതാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ആ വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ, എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? കറസ്പോണ്ടിംഗ്ലി ഈ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്ന ആരൊക്കെയാണ്? I2, ദാറ്റ് ഈസ് എഫക്ട് ഓഫ് ലോഡ് കറണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എഫക്ട് ഓഫ് ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് കറണ്ട് തന്നെയാണ്. ലോഡ് ഓർ ലോഡ് കറണ്ട്. ഓക്കെ. എഫക്ട് ഓഫ് ലോഡ് ആൻഡ് പവർ ഫാക്ടർ ഓൺ എഫിഷ്യൻസി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഇവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു, നമ്മൾ ഇത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? കറസ്പോണ്ടിംഗ്ലി ഇത് വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഇത് ഡിഫറെൻ്റ് ആവാം, ഇത് ഡിഫറെൻ്റ് ആവാം. കറസ്പോണ്ടിംഗ്ലി ഇത് ഡിഫറെൻ്റ് ആവാം. ഇതിൽ ഏതായിരിക്കും വേരിയബിൾ? ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. കറസ്പോണ്ടിംഗ്ലി ഇതും വേരിയബിൾ ആവാം. ഇതിൽ നിന്നാണ് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയിൽ നിന്ന് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഒരു ട്രാൻസ്ഫോമർ എപ്പോൾ എത്തും എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ക്ലിയർ ആണോ? നമുക്ക് ഇപ്പോൾ പഠിച്ച ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ദാറ്റ് ഈസ്, നോക്കുക, സി ദ എഫിഷ്യൻസി, എഫക്ട് ഓഫ് ലോഡ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സി എഫിഷ്യൻസി എന്താണ്? V2 I2 cos phi by V2 I2 cos phi plus I2 square R02. ഇവിടെ I2 square ആണ്. I2 square R02 plus constant losses. If variations in V2 is neglected, then for a given power factor, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പവർ ഫാക്ടറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ പവർ ഫാക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? കാരണം ഇത് വെച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? അടുത്ത ഇനി മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റും കൂടി എക്സ്ട്രാ ഞാൻ പറയാം. നമ്മളുടെ ഇവിടെ എഫിഷ്യൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു V2 I2 cos phi. ഇതിൽ നിന്ന് ഞാൻ ഒരു I2 പുറത്തെടുക്കുകയാണെങ്കിൽ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്, V2 cos phi എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ cos phi 2 എടുക്കുകയാണെങ്കിൽ, ബൈ V2 cos phi 2 plus Pi by I2.
പ്ലസ് I2 R02 എന്ന് കിട്ടി. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഫോർ എ ഗിവൺ പവർ ഫാക്ടർ, അതായത് ഈ കണ്ടീഷന് എന്താണ് 1, that is power factor is known and constant. പവർ ഫാക്ടർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ടേമിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. വേരിയേഷൻ V2 if neglected. പിന്നെ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എഫക്റ്റീവാണ്, പവർ ഫാക്ടറിൻ്റെ എഫക്റ്റീവാണ്. അതിൽ തന്നെ നമുക്ക് 2 കേസ് പഠിക്കാം. അതിൽ കേസ് 1 എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദാറ്റ് ഇസ് പവർ ഫാക്ടർ ഇസ് നോൺ ആൻഡ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. അതായത് പവർ ഫാക്ടർ വേരി ചെയ്യുന്നില്ല, പിന്നെ ആകെ വേരി ചെയ്യുന്നവൻ ആരാണ്? ഈ I2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. I2 ഇസ് വേരി, പവർ ഫാക്ടർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് എഫിഷ്യൻസി എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? കറസ്പോണ്ടിംഗ്ലി ഈ ഒരു സിറ്റുവേഷനിൽ വെൻ ദ ലോഡ് ഈസ് വേരിയിങ്, ആ വേരിയബിൾ ലോഡാണ്, പവർ ഫാക്ടർ ഈസ് കോൺസ്റ്റന്റ്, നമുക്ക് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിച്ചൂടെ? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഗിവൺ ബൈ d/dI2. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? കറസ്പോണ്ടിംഗ്ലി മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ കിട്ടും. ക്ലിയർ ആണോ? ഇനി കേസ് 2 നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. ഇവിടെ 2 എന്ന് പറയുന്ന കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് I2 എന്ന് പറയുന്നത് ഇസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് I2 is constant, load is constant, അതായത് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പവർ ഫാക്ടർ ഈസ് വേരിയബിൾ, പവർ ഫാക്ടർ ഈസ് വേരിയബിൾ. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി മാക്സിമം എങ്ങനെ കിട്ടും? നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് V2 I2 cos phi by V2 I2 cos phi plus I2 square R02 plus PI ആണ് അല്ലേ? ഇവിടെ ഈ ഒരു ടേം എഫക്റ്റ് ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ I2, ഇറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ലോഡ് ആൻഡ് cos phi 2. അപ്പോൾ ഇവിടെ ഈ I2 ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? പവർ ഫാക്ടറിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയേ, അറ്റ് വാട്ട് വാല്യൂ ദിസ് എഫിഷ്യൻസി വിൽ ബി മാക്സിമം? കാരണം ന്യൂമറേറ്റർ മാക്സിമം ആവണമെങ്കിൽ cos phi യുടെ വാല്യൂ മാക്സിമം ആയിരിക്കണം. cos phi യുടെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 1 ആണ്. അതായത് എപ്പോഴാണ്? അറ്റ് UPF, ദാറ്റ് ഈസ് യൂണിറ്റി പവർ ഫാക്ടറിൽ. പവർ ഫാക്ടർ 1 ആയിരിക്കും, അതായത് പ്യുവർലി റെസിസ്റ്റീവ് ലോഡിൽ യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും എന്ത്? എഫിഷ്യൻസി മാക്സിമം. കണ്ടീഷൻ എപ്പോഴാണ്? വെൻ പവർ ഫാക്ടർ ഇസ് വേരിയബിൾ. ആ ലോഡിൻ്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പവർ ഫാക്ടർ വേരി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? മാക്സിമം എഫിഷ്യൻസി എപ്പോഴായിരിക്കും? വെൻ ദി പവർ ഫാക്ടർ അല്ലെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് അപ്രോച്ചസ് യൂണിറ്റിയുടെ അടുത്തോട്ടായിരിക്കും എന്ത് വരുന്നത്? മാക്സിമം എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ എപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ എഫിഷ്യൻസി മാക്സിമം വരുന്നത് എപ്പോഴാണ്? വെൻ പവർ ഫാക്ടർ ഇസ് യൂണിറ്റി പവർ ഫാക്ടർ. ക്ലിയർ ആണോ ആ ഒരു പോയിന്റ്? സി എഫിഷ്യൻസി ഇസ് മാക്സിമം വെൻ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു യൂണിറ്റി. ഇത്രയും ക്ലിയർ ആണോ? ഈ 2 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് പോയിന്റ് 1, പവർ ഫാക്ടർ ഇസ് നോൺ ആൻഡ് കോൺസ്റ്റന്റ് ആൻഡ് I2 ഇസ് വേരിയബിൾ ആൻഡ് I2 ഈസ് വേരി. അതായത് I2 ഇസ് വേരി എന്ന് പറഞ്ഞാൽ ലോഡ് ഈസ് വേരിയബിൾ, അതും കൂടി ഓർത്തിരിക്കുക. ലോഡ് ഈസ് വേരി. ഓക്കെ, ഇവിടെ എന്താണ്? I2 is constant, that is load is constant and power factor is varying. പവർ ഫാക്ടർ വേരി ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ വേരി ചെയ്യുന്നൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ എഫിഷ്യൻസി എപ്പോഴായിരിക്കും മാക്സിമം കിട്ടുക? ഈ പവർ ഫാക്ടർ യൂണിറ്റി ആകുമ്പോൾ അപ്പോഴല്ലേ ഇത് മാക്സിമം ആവുന്നത്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഈ 2 കണ്ടീഷൻ ഓർത്തിരിക്കുക. നമ്മൾ ഇനി ഫസ്റ്റ് കേസാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സും കൂടെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. നമ്മൾ ഫസ്റ്റ് കേസാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് കേസ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ്? വെൻ ലോഡ് is variable, power factor cos phi 2 is constant. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു V2 I2 cos phi 2 by V2 I2 cos phi 2 plus iron loss plus I2 square R02 അല്ലേ? അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇഫ് ലോഡ് ഇസ് വേരിയബിൾ, ദാറ്റ് ഈസ് I2 ഇസ് വേരിയബിൾ ആണെങ്കിൽ I2 ആണ് എന്ത്? വേരിയബിൾ ആയിട്ടുള്ളത്. പവർ ഫാക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ I2 നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഈസ് ഓൾസോ ഗിവൺ ബൈ V2 cos phi 2 by V2 cos phi 2
പ്ലസ് I2 R02 പ്ലസ് PI/I2 ആണ്. ഇനി എഫിഷ്യൻസി മാക്സിമം കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടീഷൻ? D/DI2 ഓഫ് എഫിഷ്യൻസി ഷുഡ് ബി 0 ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? സോ ദാറ്റ് വിൽ ഗിവ് യു മൈനസ് ഓഫ് V2 cos phi2 ഇൻറ്റു സ്റ്റെപ്പ് എന്ന് എല്ലാം എഴുതുന്നില്ല, ഈക്വൽ ടു R02 മൈനസ് PI/I2 സ്ക്വയർ ആണ്, ഈക്വൽ ടു 0 വരും. ഓർ ഇത് 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു R02 ഈക്വൽ ടു PI/I2 സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓർ നമുക്ക് എങ്ങനെ എഴുതാം? PI അതായത് കോൺസ്റ്റൻറ്റ് ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R02 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ഇതെന്താ മീൻ ചെയ്യുന്നത്? വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ് ഇസ് ദാറ്റ് ഹിയർ അയൺ ലോസ് ഞാൻ എന്തെന്ന് പറഞ്ഞിരുന്നു? കോൺസ്റ്റൻറ്റ് ലോസ് അല്ലേ? കോൺസ്റ്റൻറ്റ് ലോസ് ഇത് തന്നെയായിരുന്നു എന്ത്? കോർ ലോസ് എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു I2 സ്ക്വയർ R02. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് വാസ് എ കോപ്പർ ലോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ്. അത് എന്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ വേരിയബിൾ ലോഡാണ്, വേരിയബിൾ കറണ്ട് ആണ്. ഓർ ഇത് ലോഡ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഈ ടേമും വേരിയബിൾ ആയിരിക്കും. ഓർ എപ്പോഴും കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വേരിയബിൾ ലോസ് ആയിരിക്കും. വേരിയബിൾ ലോസസ്. സോ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ, മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? മാക്സിമം എഫിഷ്യൻസി occurs when constant losses of a transformer is equal to variable losses. ഇതെല്ലാ കണ്ടീഷനിലും ഇത് വാലിഡ് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മാക്സിമം എഫിഷ്യൻസി occurs when constant losses is equal to variable losses. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ ഒന്നാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇതിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റൻറ്റ് പവർ ഫാക്ടർ ആൻഡ് വേരിയബിൾ ലോഡ് അല്ലേ? വേരിയബിൾ ലോഡ് അതായിരുന്നു എന്ത്? നമ്മുടെ പോയിന്റ് നമ്പർ 7 അല്ലേ നമ്മളത് പറഞ്ഞിരുന്നത്? ഇറ്റ് വാസ് പോയിന്റ് നമ്പർ 7, വേരിയബിൾ ലോഡ്. പോയിന്റ് നമ്പർ 7. 6 ആയിരുന്നു നമ്മൾ തൊട്ടും പറഞ്ഞ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് ലോഡ് വേരിയബിൾ പവർ ഫാക്ടർ, അതായിരുന്നു 6. ഇനി നമ്മളിവിടെ ഈ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ. സോ ഇതിൽ നിന്ന് PI ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? I2 സ്ക്വയർ R02 എന്ന് കിട്ടി അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് അടുത്തൊരു പോയിന്റ് നമ്പർ 8 കണ്ടുപിടിക്കാം. എന്താണ് പോയിന്റ് നമ്പർ 8? എന്തായിരുന്നു? ഇറ്റ് വാസ് കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി. ഇത് എപ്പോൾ ഉള്ളതാണ്? ഈ കണ്ടീഷൻ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? ദിസ് കണ്ടീഷൻ ഇസ് വാലിഡ് വെൻ എഫിഷ്യൻസി ഇസ് മാക്സിമം. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി എന്ത് കിട്ടും? I at maximum efficiency എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാം? I at efficiency max is given by എന്താണ്? PI/R02 റൂട്ട് അല്ലേ? സോ ദ കറണ്ട് കറസ്പോണ്ടിങ് ടു അല്ലെങ്കിൽ കറണ്ട് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് എഴുതാം? ഇതാണ് എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് I corresponding to maximum efficiency is given by root of PI/R02. ഇതെന്താണ്? ഇതായിരുന്നു നമ്മുടെ പോയിന്റ് നമ്പർ 8. ക്ലിയർ ആണോ? നമ്മൾ ആ 6, 7, 8 എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മൾ സീക്വൻസിൽ ഇപ്പോൾ നോക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഇസ് I eta max is equal to root of PI/R0. ഇതിൽ തന്നെ ചെറിയൊരു മാനിപ്പുലേഷൻ നമുക്കൊന്ന് വരുത്തി നോക്കാം. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഈ I എഫിഷ്യൻസി നമ്മളിങ്ങനെ കണ്ടുപിടിച്ചില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിത് കറസ്പോണ്ടിംഗ്ലി ഇതിൻ്റെ കൂടെ ഒരു വോൾട്ടേജ് അങ്ങ് ഞാൻ മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി ഗിവ്സ് യു V ഇൻറ്റു റൂട്ട് ഓഫ് PI/R02 അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? V ഇൻറ്റു I ഫുൾ ലോഡ് ഞാനിവിടെ മൾട്ടിപ്ലൈ ആണ്. V ഇൻറ്റു I C max. അതിൻ്റെ കൂടെ ഞാൻ റൈറ്റ് സൈഡിൽ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ആണ്? I ഫുൾ ലോഡ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ അകത്ത് ബൈ I
ഫുൾ ലോഡ് സ്ക്വയറും ഇട്ട് കൊടുത്താൽ പോരെ ഇൻറ്റു R02 അല്ലേ. ഇതെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് നമ്മുടെ അടുത്ത 9ാമത്തെ പോയിൻ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതായത് ദിസ് ഈസ് KVA rating corresponding to maximum efficiency. വോൾട്ട് ഇൻറ്റു കറണ്ട് എന്ന് പറയുമ്പോൾ വോൾട്ട് ഇൻറ്റു ആംപിയർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും VA റേറ്റിംഗ്, അതായത് S റേറ്റിംഗ് അല്ലേ. KVA റേറ്റിംഗ് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ V ഇൻറ്റു I ഫുൾ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ലോഡ് KVA, റേറ്റഡ് KVA, ദാറ്റ് ഈസ് KVA റേറ്റഡ് ഇൻറ്റു ഇതെന്താണ്? റൂട്ട് ഓഫ് PI. ഈ താഴെ തന്നിരിക്കുന്നത് എന്താണ്? I ഫുൾ ലോഡ് സ്ക്വയർ ഇൻറ്റു R02. I ഫുൾ ലോഡ് സ്ക്വയർ ഇൻറ്റു R02 എന്ന് പറഞ്ഞാൽ എന്താണ്? P കോപ്പർ ലോസ് ഫുൾ ലോഡ് അല്ലേ. സോ നമ്മളിവിടെ കണ്ടുപിടിച്ച പോയിന്റ് എത്രയാണ്? 9ാമത്തെ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് KVA അറ്റ് മാക്സിമം, KVA ഓഫ് എ ട്രാൻസ്ഫോമർ അറ്റ് മാക്സിമം എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. 8ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് PI ബൈ R02. അതായത് ഈ വാല്യൂ ആണ് തരുന്നത്. KVA റേറ്റിംഗ് അറ്റ് മാക്സിമം എഫിഷ്യൻസി എന്താണ്? KVA റേറ്റിംഗ് എന്ന് പറയുന്നത് KVA റേറ്റഡ് ഇൻറ്റു റൂട്ട് ഓഫ് PI ബൈ P ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഈ 2 പോയിന്റും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ദിസ് ഇസ് ഗിവൺ ബൈ S, അതായത് S റേറ്റിംഗ് നമ്മുടെ അപ്പാരന്റ് പവർ അല്ല, KVA റേറ്റിംഗ് corresponding to maximum efficiency is given by S rated into root of PI by P copper loss full load condition. ഇത്രയും ക്ലിയർ ആണോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ഈ 2 പോയിന്റ്സ്. ഇനി നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു കണ്ടീഷൻ ഡിറൈവ് ചെയ്യണം അല്ലേ. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് അറ്റ് P iron loss is equal to P copper loss എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ത് വരും? എഫിഷ്യൻസി ഇസ് മാക്സിമം വെൻ V2 I2 cos phi by V2 I2 cos phi പ്ലസ് എന്തായിരുന്നു ഇക്വേഷൻ? PI പ്ലസ് P കോപ്പർ ലോസ് ആയിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഇതെന്താണ് കിട്ടിയത്? സോ ഹിയർ നമുക്ക് അറ്റ് മാക്സിമം എഫിഷ്യൻസിയിൽ എന്താണ്? PI is equal to P copper loss അല്ലേ, or PI is equal to I2 square R02 അല്ലേ. or എനിക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? സോ ഹിയർ ഈ എക്സ്പ്രഷൻ എനിക്ക് 2PI എന്ന് എഴുതി കൂടെ. സോ അഗെയിൻ എഫിഷ്യൻസി ഈസ് മാക്സിമം. അതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എഫിഷ്യൻസി മാക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? Efficiency max is equal to VI cos phi by VI cos phi plus 2PI. ഈ 2PI എന്ന് വരാൻ കാരണം എന്താ? കാരണം ഇവിടെ PI that is PI equal to PCU. അങ്ങനെയെങ്കിൽ ലോസസ് എന്ന് പറയുന്നത് എന്താണ്? ലോസസ് is equal to PI plus PCU ആണ്, equal to 2PI എന്ന് എഴുതി കൂടെ. നേരെ തിരിച്ച് വേണമെങ്കിൽ എഴുതാം. ലോസസ് is equal to 2PI. So this is corresponding to അല്ലെങ്കിൽ എഫിഷ്യൻസി മാക്സിൻ്റെ ഇക്വേഷനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഒന്നും കൂടി ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ദാറ്റ് ഈസ് നോക്കുക, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്താണ്? കോപ്പർ ലോസ്, അതായത് വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഈ ഒരു കണ്ടീഷൻ? എന്താണ്? മാക്സിമം എഫിഷ്യൻസി or maximum efficiency is given by max is equal to VI cos phi, അതായത് V2 I2 cos phi ആണ്, VI cos phi plus 2PI. ക്ലിയർ ആണോ? ഈ പോയിന്റ് ഓർത്തിരിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് ദ എഫിഷ്യൻസി ഇസ് മാക്സിമം അറ്റ് എ ലോഡ്. ആ ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാക്സിമം അറ്റ് എ ലോഡ്. ആ ലോഡിൻ്റെ വാല്യൂ എന്താണ്? ലോഡ് കറണ്ട് I is given by റൂട്ട് ഓഫ് എന്തായിരുന്നു നമ്മുടെ കണ്ടീഷൻ? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു PI is equal to I2 square R equivalent അല്ലേ. ഞാൻ ജനറൽ ടേംസിൽ എഴുതുന്നേ ഉള്ളൂ. PI is equal to I2 square R02 ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് I2 എന്ത് കിട്ടും? ദ റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ ലോഡ്. അറ്റ് എ ലോഡ് എന്ന് പറഞ്ഞാൽ അറ്റ് ആൻ കറണ്ട് I where I is equal to PI by
R02. ഈ കണ്ടീഷനിലാണ് എന്തുണ്ടാവുക? കറസ്പോണ്ടിംഗ്ലി മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. ഓർ ഈ കറണ്ടിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ കറണ്ട് കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. അതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ ലോസിനുള്ളതും കോൺസ്റ്റന്റ് ലോസിനുള്ളതും, അതായത് പി ഐയും പി കോപ്പർ ലോസും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഒരു ട്രാൻസ്ഫോമറിൽ കിട്ടുക. ഇത് ജനറൽ ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, നമുക്കൊരു ട്രാൻസ്ഫോമർ എപ്പോഴും അതിൻ്റെ റേറ്റഡ് കറണ്ടിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, ഒരു നിർബന്ധമില്ല അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ലോസസും അതിന് കറസ്പോണ്ടിംഗ്ലി ഒരു ഫ്രാക്ഷണൽ ലോഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഫ്രാക്ഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ ഐ ഫുൾ ലോഡ് എന്ന് പറയുന്നതാണ് റേറ്റഡ് കറണ്ട് എങ്കിൽ, ദിസ് ഇസ് ഐ റേറ്റഡ് കറണ്ട് എങ്കിൽ, ഫ്രാക്ഷൻ ലോഡ് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ എന്തായിരിക്കും? എക്സ് ടൈംസ് ആയിരിക്കും എന്ത്? എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആണ് എന്ത്? ഫ്രാക്ഷണൽ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഫ്രാക്ഷൻ ലോഡ് ആണെങ്കിൽ ആ സമയത്ത് മാക്സിമം എഫിഷ്യൻസി അറ്റ് എ ഫ്രാക്ഷൻ ലോഡ് എപ്പോഴാണ് സംഭവിക്കുക? അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് എ ഫ്രാക്ഷൻ ലോഡ്, ഫ്രാക്ഷണൽ ലോഡ്, അതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ മാക്സിമം എഫിഷ്യൻസിയുടെ ടേം നമ്മൾ പറഞ്ഞു, നമുക്ക് അതിലേക്ക് പോകാം. ദാറ്റ് ഈസ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് എ ഫ്രാക്ഷൻ ലോഡ്. ആദ്യമേ ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ലോഡ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫ്രാക്ഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ ഐ ഫുൾ ലോഡ് ആണ് നമ്മുടെ റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ ഫുൾ ലോഡ് കറണ്ട് എങ്കിൽ, ഫ്രാക്ഷൻ ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രാക്ഷൻ ലോഡ് മീൻസ് ഇറ്റ് ഇസ് എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ്. ഡൗട്ടൊന്നുമില്ലല്ലോ, എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആണ്. അപ്പോൾ എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ് ഇസ് ദാറ്റ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഉണ്ടല്ലോ, 200 ആംപിയർ ആയിരുന്നു അല്ലെങ്കിൽ 100 ആംപിയർ ആയിരുന്നു റേറ്റഡ് ഫുൾ ലോഡ് കറണ്ട് എങ്കിൽ, ഇത് 100 ആംപിയർ ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്തില്ല? 100 പകരം എക്സ് ടൈംസ്, അത് ചിലപ്പോൾ 1 ആവാം, 3/4 ആവാം, 1/4 ആവാം, ആ അത്രയും ടൈംസ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ആ സമയത്തുള്ള ഫ്രാക്ഷണൽ ലോഡിലുള്ള മാക്സിമം എഫിഷ്യൻസി അതിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പോയിന്റും കൂടി പറയുന്നുണ്ടാവും. എന്താണ്? ഫ്രാക്ഷണൽ ലോഡ്. ഫ്രാക്ഷണൽ ലോഡ് എത്രയാണെന്നുള്ളത് അറ്റ് മാക്സിമം എഫിഷ്യൻസി, അറ്റ് എഫിഷ്യൻസി മാക്സിമം നമ്മൾ പറയുന്നുണ്ടാവും. ഇത് എത്രയാണ്? നമ്മുടെ പോയിന്റ് നമ്പർ 10 ആണെന്ന് തോന്നുന്നു അല്ലേ? 10th പോയിന്റ് ആണ്, ഇത് 11th പോയിന്റ് ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ്, നമുക്കറിയാം ഫ്രാക്ഷൻ ലോഡ് എന്ന് എന്താണ്? കറണ്ട് ഇസ് ഈക്വൽ ടു എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആണ് അല്ലേ? എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആണ്. നമ്മൾ നേരത്തെ തന്നെ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ പറഞ്ഞായിരുന്നു. മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? എഫിഷ്യൻസി മാക്സിൻ്റെ ദാറ്റ് വാസ് ഗിവൺ ബൈ I2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി അയൺ ലോസ് ബൈ അയൺ ലോസ് ബൈ R02 ആയിരുന്നു ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ I2 സ്ക്വയർ എന്താണ്? I2 സ്ക്വയർ ഈസ് ഗിവൺ ബൈ PI ബൈ R02. I2 സ്ക്വയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്താണ്? അറ്റ് ഫ്രാക്ഷൻ ലോഡ് ആണല്ലേ. സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് എക്സ് ടൈംസ് ദി ഫുൾ ലോഡ് കറണ്ട് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ഇൻ ടേംസ് ഓഫ് I2 ബൈ ഐ ഫുൾ ലോഡ് എത്രയാണ്? I2 ബൈ ഐ ഫുൾ ലോഡ്, അതാണല്ലോ നമ്മുടെ ഫ്രാക്ഷൻ എക്സ് എന്ന് പറയുന്നത്. എക്സ് ആണല്ലോ I2 ബൈ ഐ ഫുൾ ലോഡ്. സോ I2 ബൈ ഐ ഫുൾ, ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ രണ്ട് സൈഡിലും ഫുൾ ലോഡ് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് I2 സ്ക്വയർ ബൈ ഐ ഫുൾ ലോഡ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? PI ബൈ ഐ ഫുൾ ലോഡ് സ്ക്വയർ ഇൻറ്റു R02 അല്ലേ? ഓർ I2 ബൈ ഐ ഫുൾ ലോഡ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പി അയൺ ലോസ് ബൈ ഐ ഫുൾ ലോഡ് സ്ക്വയർ R02 അല്ലേ? ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ദ ഫ്രാക്ഷണൽ ലോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, കാരണം നമ്മളിത് എടുത്തത് എന്താണ്? അറ്റ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷനാണ്. അവിടെ ഞാനൊരു ചെറിയ മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് എന്ത് എത്തിയത്? എക്സ് ഇസ് ഈക്വൽ ടു PI ബൈ ഐ ഫുൾ ലോഡ് സ്ക്വയർ ഇൻറ്റു R02, പി കോപ്പർ ലോസ് ഫുൾ ലോഡ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഫ്രാക്ഷണൽ ലോഡ് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് എന്താണ്? ഇസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് PI ബൈ
പി ഫുൾ ലോഡ്. അതായത് നമ്മുടെ ഫ്രാക്ഷൻ ലോഡ് നമ്മൾ എങ്ങനെ ഒരു ഫ്രാക്ഷൻ ലോഡിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആ ഫ്രാക്ഷൻ ലോഡ് എങ്ങനെയായിരിക്കണം, ആ ട്രാൻസ്ഫോമറിന്റെ അയൺ ലോസ് അതായത് ഷുഡ് ബി ഈക്വൽ, ആ ഫ്രാക്ഷൻ ലോഡ് ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് അയൺ ലോസ് ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആവുന്ന ഫ്രാക്ഷൻ ലോഡിൽ മാത്രമേ എന്താവുള്ളൂ, മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടുള്ളൂ ഫ്രാക്ഷൻ ലോഡിൽ. ക്ലിയർ ആണോ? സോ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഐ ബൈ പി ഫുൾ ലോഡ് കോപ്പർ ലോസ്. നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഹിയർ ദിസ് ഇസ് ദ ഫ്രാക്ഷണൽ ലോഡ്. കാരണം നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആണ്. അപ്പം നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഇവിടെ എന്തായിരിക്കണം, ഇവിടെ അയൺ ലോസ് എന്ന് പറയുന്ന അയൺ ലോസും കോപ്പർ ലോസും തമ്മിലുള്ള റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് എക്സ് വരിക. ആ എക്സ് ആണ് എന്ത് ഇവിടെ മാക്സിമം എഫിഷ്യൻസി. ആ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫ്രാക്ഷൻ ലോഡ്. അത് നമുക്ക് എക്സ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 1/2 1/4 അല്ലെങ്കിൽ 3/4 ഓഫ് ഫുൾ ലോഡ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഫ്രാക്ഷൻ അത് എന്തിന്റെ റേഷ്യോ തന്നെ ആയിരിക്കണം, റൂട്ട് ഓഫ് പി ഐ ബൈ പി ഫുൾ ലോഡ് കോപ്പർ ലോസിന്റെ റേഷ്യോയിലായിരിക്കണം. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടീഷൻ, ഇതിന് തന്നെ നമുക്ക് കണ്ടീഷൻ കൂടെ പറയാം. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ഫുൾ ലോഡ്, അല്ലെങ്കിൽ സോറി ഫ്രാക്ഷൻ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഗിവൺ ബൈ പി അയൺ ലോസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ടൈംസ് പി ഫുൾ ലോഡ് കോപ്പർ ലോസ്. അല്ലേ? ആ കണ്ടീഷനും വാലിഡ് അല്ലേ? നോക്കുക, ഇവിടെ നമുക്ക് കണ്ടീഷൻ ഫോർ ഫുൾ ലോഡ് ആണ് മാക്സിമം, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷണൽ ലോഡ് ആണ് നമ്മൾ നോക്കിയത്. ഫ്രാക്ഷൻ ലോഡ് കഴിഞ്ഞാൽ എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് അല്ലേ? ആ എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആയിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ്, വെൻ അയൺ ലോസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ടൈംസ് ഫുൾ ലോഡ് കോപ്പർ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ എന്തായിരുന്നു, കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു അയൺ ലോസ് ആയിരുന്നു. അത് എപ്പോഴാണ്, റേറ്റഡ് കണ്ടീഷനിൽ. പക്ഷേ എപ്പോഴും അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെന്നില്ല, അങ്ങനെ റേറ്റഡ് കണ്ടീഷനിലായിരിക്കില്ല ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എപ്പോഴാണ് മാക്സിമം ആവുന്നത്, വെൻ ദിസ് കണ്ടീഷൻ ഇസ് വാലിഡ്. ഓർ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി ഇൻ ദിസ് റേഷ്യോ. അത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ വാലിഡ് ആയിരിക്കണം അവിടെ. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഐ ബൈ പി ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്ന കണ്ടീഷൻ വാലിഡ് ആവുന്ന സമയത്തായിരിക്കും എന്ത് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് ഫോർ. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം കറക്റ്റ്. ഇപ്പം ഇത് ഫുൾ ലോഡ് ആണെങ്കിൽ എക്സ് എന്താണ്, അറ്റ് ഫുൾ ലോഡ് കണ്ടീഷനിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, I2 ബൈ ഐ ഫുൾ ലോഡ് ആണ് അല്ലേ. അത് അറ്റ് ഫുൾ ലോഡ് കണ്ടീഷനിൽ I2 എന്തിനാണ്, ഫുൾ ലോഡ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതാകുമ്പോഴത്തേക്ക് ഈ കണ്ടീഷൻ വാലിഡ് അല്ലേ. പി ഐ ഈസ് ഈക്വൽ ടു പി കോപ്പർ ലോസ്, അത് തന്നെയല്ലേ പി ഐ ഈസ് ഈക്വൽ ടു പി ഫുൾ ലോഡ് കോപ്പർ ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ വാലിഡ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ലോഡിലും അതുപോലെ തന്നെ ജനറൽ കേസിലും അവിടെ ഉണ്ടാകുന്ന ഫ്രാക്ഷൻ ലോഡ് അറ്റ് മാക്സിമം എഫിഷ്യൻസി, ഇതാണ് എന്ത് ഫ്രാക്ഷൻ ലോഡ് അറ്റ് മാക്സിമം എഫിഷ്യൻസി. എക്സ് ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് പി ഐ ബൈ പി ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഈ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 10th 11th പോയിന്റുമാണ്. ക്ലിയർ ആണോ? ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കണ്ടേ, അതായത് ഫ്രാക്ഷണൽ ലോഡിലുള്ള എഫിഷ്യൻസി. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു, V2 I2 cos phi 2 by V2 I2 cos phi plus PI plus P കോപ്പർ ലോസ് ആയിരുന്നു. നമുക്ക് അറ്റ് ഫ്രാക്ഷണൽ ലോഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്തായി, I2 ഇസ് ഈക്വൽ ടു എക്സ് ടൈംസ് ഐ ഫുൾ ലോഡ് ആയി. അതായത് KVA റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തായി, ഇസ് ഈക്വൽ ടു ഇത് KVA റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ടൈംസ് ഫുൾ ലോഡ് KVA ആണ്. എസ് ഇസ് ഈക്വൽ ടു എക്സ് ടൈംസ് എസ് ഫുൾ ലോഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എങ്ങനെ മാറും, എഫിഷ്യൻസി ദാറ്റ് ഈസ് മാക്സിമം എഫിഷ്യൻസി അറ്റ് എക്സ് ടൈംസ് ദ ലോഡ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ലോഡ് ഇസ് ഗിവൺ ബൈ എന്താണ്, ഇവിടെ എക്സ് ടൈംസ് ആവും അല്ലേ, എക്സ് ടൈംസ് V2 I2 cos phi, V2 I2 cos phi, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എഴുതാൻ എന്ത്, ഈക്വൽ ടു എക്സ് ടൈംസ് എസ് ഫുൾ ലോഡ് cos phi by x times s full load cos phi പ്ലസ് ഇവിടെ എന്ത് കിട്ടി നമുക്ക്, അയൺ ലോസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ടൈംസ് കോപ്പർ ലോസ്, ഓർ പി ഐ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ടൈംസ് പി കോപ്പർ ലോസ് അല്ലേ, ഫുൾ ലോഡ് കോപ്പർ ലോസ്. അത് എന്ത് തന്നെയാണ്, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 2PI തന്നെയല്ലേ. സോ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2PI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം efficiency at fraction load, where x is given by root of pi by p copper loss
by P full load copper loss. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത്, സോ ദിസ് ഇസ് ദ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷണൽ ലോഡ് എക്സ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എന്താണ് മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ് എന്താണ്? ഈറ്റ മാക്സ് ഇസ് ഈക്വൽ ടു എക്സ് ടൈംസ് എസ് കോസ് ഫൈവ് ബൈ എക്സ് ടൈംസ് എസ് കോസ് ഫൈവ് പ്ലസ് 2pi. ആ 2pi എങ്ങനെ വന്നത്? ബിക്കോസ് വി നോ ദാറ്റ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഫ്രാക്ഷൻ ലോഡ് എന്ന് പറയുന്നത് പി ഐ ഇസ് ഈക്വൽ ടു ആ ഫ്രാക്ഷൻ ലോഡിൻ്റെ എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയർ ഇൻറ്റു പി ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് condition for maximum efficiency at any fraction load x, at any fraction load x is given by what? At any fraction load x is given by x square times full load copper loss alle, x square times full load copper loss, full load x square times full load copper loss is equal to p iron loss. ഇതാണ് എന്ത് നമ്മുടെ ഫ്രാക്ഷണൽ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തിനാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഫ്രാക്ഷണൽ ലോഡിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? കാരണം നമ്മളുടെ ഓരോ ട്രാൻസ്ഫോമറും വർക്ക് ചെയ്യുന്ന ഓരോ ലോഡ് കണ്ടീഷനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെന്ന് പറയാം. ഒന്ന് പവർ ട്രാൻസ്ഫോമർ, പി ടി എന്ന് എഴുതുന്ന പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട. ഒന്ന് പവർ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? മോസ്റ്റ്ലി അത് ഫുൾ ലോഡ് റേറ്റിംഗിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഓപ്പറേറ്റഡ് നിയർ ടു ഇറ്റ്സ് ഫുൾ ലോഡ് റേറ്റിംഗ്. അപ്പോൾ മാത്രമേ അതിന് എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ നോക്കാം. ഇനി അതുപോലെ തന്നെ പിന്നെ ഉള്ള ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇത് രണ്ടും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഈറ്റ മാക്സ് ഇല്ലേ, ഈറ്റ മാക്സ് ഒക്കേഴ്സ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഓർ ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 1 ആക്കാം. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഫുൾ ലോഡ് കണ്ടീഷനിൽ. ഓർ ഈ ഈറ്റ മാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ലോഡിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തോടെ അതിന് കറസ്പോണ്ടിംഗ്ലി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കോർ ഡിസൈൻ ചെയ്യാം. കോർ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് കോർ ഡിസൈൻ എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഒരു പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് വി ഡിസൈൻ എ പവർ ട്രാൻസ്ഫോമർ ടു വർക്ക് അറ്റ് ഫുൾ ലോഡ് കപ്പാസിറ്റി. എപ്പോഴും ഫുൾ ലോഡ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളൊരു പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നത്. കറസ്പോണ്ടിംഗ്ലി അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കണം? ഫുൾ ലോഡിന് കറസ്പോണ്ടിംഗ്ലി ആയിരിക്കണം മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടേണ്ടത്. അതായത് എന്തായിരിക്കണം? പി അയൺ ലോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു പി കോപ്പർ ലോസ് ആയിരിക്കണം. എപ്പോൾ? അറ്റ് ഫുൾ ലോഡ് കണ്ടീഷൻ. ഫോർ എ പവർ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ, ഫോർ പവർ ട്രാൻസ്ഫോമറിന് ഇതായിരിക്കണം കണ്ടീഷൻ. ഇതേ കേസ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നേരത്തെ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണെങ്കിൽ എല്ലായ്പ്പോഴും ലോഡ് ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ഒരു 70% ലോഡൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ മിക്കവാറും ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നത് ത്രൂ ഔട്ട് ദി ഡേ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓൾ ഡേ എഫിഷ്യൻസി ടേം നമ്മൾ ഇനി പഠിക്കും. പക്ഷേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിൻ്റെ എഫിഷ്യൻസി എപ്പോഴും വേണ്ടത് എപ്പോഴാണ്? ഫുൾ ലോഡിലല്ല. കാരണം പലപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഫുൾ ലോഡിലല്ല വർക്ക് ചെയ്യുക. നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് കിട്ടേണ്ടത് റഫ്ലി അറൌണ്ട് 70% അല്ലെങ്കിൽ 3/4 ദ ഫുൾ ലോഡിലാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ I need efficiency max at x equal to 3/4 അല്ലെങ്കിൽ റഫ്ലി എന്ത് പറയാം 70% ലോഡിലാണ് എനിക്ക് എന്ത് വേണ്ടത്? മാക്സിമം എഫിഷ്യൻസി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഇവിടെ 2pi അല്ലേ, ഓർ pi is equal to x square PCU എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കിട്ടണം? അറ്റ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 3/4 അല്ലെങ്കിൽ 70%-ലായിരിക്കണം. 70%-ലായിരിക്കുമ്പോഴായിരിക്കണം പി അയൺ ലോസും പി കോപ്പർ ലോസും കിട്ടുന്നത്. കറസ്പോണ്ടിംഗ്ലി എൻ്റെ അയൺ ലോസ് എനിക്ക് വേരി ചെയ്യിപ്പിക്കേണ്ടത്. കറസ്പോണ്ടിംഗ്ലി അയൺ ലോസ് വേരി ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കണം? അത് എനിക്ക് എവിടെ ചെയ്യാൻ പറ്റുള്ളൂ? എൻ്റെ ഡിസൈൻ ഫേസിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഈ പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിസൈൻ ഫേസിൽ തന്നെ ഡിഫറൻ്റ് ആണ്. കാരണം ഇവിടെ രണ്ടും ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫ്ലക്സ് കറസ്പോണ്ടിംഗ് ഉണ്ടാവുന്ന അയൺ ലോസ്, അതായത് കോർ ലോസ് എന്ന് പറയുന്നത് എഡി കറന്റ് ഹിസ്റ്ററീസ് ലോസും, അത് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരേ റേറ്റിംഗിലുള്ള ആണെങ്കിൽ പോലും ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവം എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറൻ്റ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താണ്? കൺസ്ട്രക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ല, നമ്മൾ കൺസ്ട്രക്ഷൻ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ
ലോസസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് അയൺ ലോസ്, നമ്മൾ സെപ്പറേഷൻ ഓഫ് ലോസസ് നോക്കി, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷൻ നോക്കി, ഇപ്പോൾ എഫിഷ്യൻസി നോക്കി. ഇതെല്ലാത്തിൽ നിന്നും നമുക്ക് എന്തുണ്ട്, കൺസ്ട്രക്ഷന് കാരണമാവുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്നാണ് ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്ലക്സിൻ്റെ വാല്യൂ, എഡി കറണ്ട് വാല്യൂ, ഹിസ്റ്ററിസിൻ്റെ വാല്യൂ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, ഫ്ലക്സിൻ്റെ വാല്യൂ ചെറുതായിട്ടായിരിക്കും വെക്കുക. ഓർ ഫ്ലക്സ് വാല്യൂ നമുക്ക് കുറയ്ക്കണം. ഫ്ലക്സ് വാല്യൂനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഫ്ലക്സ് വാല്യൂനെ കുറയ്ക്കണമെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിംഗ്ലി ഒരു റേഷ്യോ ഓഫ് കോർ ടു കോപ്പർ വെയിറ്റും കറസ്പോണ്ടിംഗ്ലി മാറുന്നുണ്ടാവും. നമ്മൾ കൺസ്ട്രക്ഷൻ ഫീച്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്. എന്താണ് അവിടുത്തെ വോൾട്ടേജ് റെഗുലേഷൻ ആയിക്കോട്ടെ, എഫിഷ്യൻസി ആയിക്കോട്ടെ, പർപ്പസ്, വർക്ക് ചെയ്യുന്ന കറണ്ട്, റേറ്റഡ് കറണ്ട്, വർക്ക് ചെയ്യുന്ന പവർ ഫാക്ടർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഡിറ്റർമിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടുത്തെ ട്രാൻസ്ഫോമർ കോറിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അയൺ ടു കോപ്പർ വെയിറ്റ് എല്ലാം എന്താണ്, ഈ എഫിഷ്യൻസിയാണ് ഡിറ്റർമിൻ ചെയ്താണ് ഇരിക്കുന്നത്. അതാണ് നമ്മളിനി അടുത്ത സെഷനിൽ അത് നോക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്ത് എന്താണ്, ഇവിടെ ഒരു പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിൻ്റെ എഫിഷ്യൻസി മാക്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇറ്റ് വിൽ ബി നിയർ ടു ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും ഒരു പവർ ട്രാൻസ്ഫോമർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ദാറ്റ് ദ എഫിഷ്യൻസി മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് നിയർ ടു ഇറ്റ്സ് ഫുൾ ലോഡ്. മറിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എങ്ങനെയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് ഒക്കേഴ്സ് അറ്റ് റഫ്ലി അറൌണ്ട് 70% ഓർ 3/4 ദി ഫുൾ ലോഡ്. ക്ലിയർ ആണോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ഈ പറയുന്ന ഈറ്റ മാക്സ് എന്തിനാണെന്നുള്ളത് നോക്കിയത്. ഓക്കെ, ഇതിനെ ബേസിച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും, നമ്മൾ അടുത്ത സെഷനിൽ അത് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ദാറ്റ് ഇസ് I2 = X ടൈംസ് I ഫുൾ ലോഡ് ആകുമ്പോഴുള്ള എഫിഷ്യൻസിയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റിലേഷൻഷിപ്പാണ്, അതായത് നമ്മുടെ എഫിഷ്യൻസി. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ആൻഡ് ലോഡ് കറണ്ട് വിത്ത് പവർ ഫാക്ടർ. ഇത് ലോഡ് കറണ്ട് ആണ്. ലോഡ് കറണ്ട്, ഇഫ് ദിസ് ഇസ് I റേറ്റഡ് കറണ്ട്, ഇതെന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാര എങ്ങനെയായിരിക്കും എന്ന് അറിയോ? ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു VI cos phi by VI cos phi പ്ലസ് P കോപ്പർ ലോസ് പ്ലസ് P അയൺ ലോസ്. ഞാൻ പലപ്പോഴുമാണ് ഇവിടെ P കോപ്പർ ലോസ് എഴുതിയത്. നമുക്ക് നോക്കാം, ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദിസ് പാരാമീറ്റർ, പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കോസ് ഫൈ എന്ന് പറയുന്ന വാല്യൂ ഇഫ് ഇറ്റ് ഇൻക്രീസസ്, കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? എഫിഷ്യൻസി ഓൾസോ ഇൻക്രീസസ് അല്ലേ? എഫിഷ്യൻസി ഈസ് മാക്സിമം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലോഡ് വേരി ചെയ്യുന്നില്ല എങ്കിൽ, പവർ ഫാക്ടർ ആണ് വേരി ചെയ്യുന്നതെങ്കിൽ എഫിഷ്യൻസി ഈസ് മാക്സിമം കറസ്പോണ്ടിങ് ടു കോസ് ഫൈ എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും അല്ലേ? കറസ്പോണ്ടിംഗ്ലി എഫിഷ്യൻസി ഈസ് 0 വെൻ കോസ് ഫൈ ഈക്വൽ ടു 0 അല്ലെങ്കിൽ 0 പവർ ഫാക്ടറിൽ. അതായത് പ്യുവർലി റിയാക്റ്റീവ് ലോഡ് ആണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? മിനിമം ആയിരിക്കും, 0 ആയിരിക്കും അല്ലേ? ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പോയിന്റാണ്. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എഫിഷ്യൻസി ഇൻക്രീസസ്, പവർ ഫാക്ടർ ഇൻക്രീസസ്, എഫിഷ്യൻസി ഓൾസോ ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 ഇത് വരച്ചു. ഓക്കെ, ഇതിൻ്റെ പവർ ഫാക്ടർ എങ്ങനെയായിരിക്കും? ഇഫ് ദിസ് ഇസ് കർവ് 1 2 3, അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇത് വരയ്ക്കാം. That is, if this is, ഇതാണ് എൻ്റെ കർവ് 1, അതായത് എഫിഷ്യൻസി കർവ്. ഓക്കെ, 2 3, ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ, ഞാനത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി വരച്ചു എന്നേ ഉള്ളൂ. ഇതെല്ലാം 90യുടെ ടേംസിലാണ്, സ്കെയിൽഡ് ആണെന്ന് വിചാരിക്കുക. ഇതെല്ലാം 90 to 95ൻ്റെ ഇടയിലാണ് ഇത്രയും. ഇതാണ് 100 എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ദിസ് ഇസ് കർവ് 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. പവർ ഫാക്ടർ എത്രയായിരിക്കും? ഇതിൻ്റെ പവർ ഫാക്ടർ എത്രയായിരിക്കും? ഇതിൻ്റെ പവർ ഫാക്ടർ എത്രയായിരിക്കും? പവർ ഫാക്ടർ 1 2 3. ശ്രദ്ധിക്കുക,
എഫിഷ്യൻസി ഇൻക്രീസസ് ആസ് പവർ ഫാക്ടർ ഇൻക്രീസസ്. അപ്പോൾ ഇത് പവർ ഫാക്ടർ 1 ആണ്, യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എന്തായാലും 1നേക്കാൾ താഴെയായിരിക്കും, 0.8 ആയിരിക്കും. ഇതെന്തായിരിക്കും? അതിനേക്കാൾ താഴെയായിരിക്കും, 0.6 ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു രീതിയിലായിരിക്കും എന്ത് നമുക്ക് എഫിഷ്യൻസി വേഴ്സസ് ലോഡ് കറണ്ട് ഫോർ ഡിഫറെൻറ്റ് പവർ ഫാക്ടേഴ്സ് കിട്ടുക. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി പറയാനുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ വരച്ചതുപോലെ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു എഫിഷ്യൻസി പ്ലോട്ട് ചെയ്യാണ്. അതായത് ഇങ്ങനെയായിരിക്കും ഒരു 3 പവർ ഫാക്ടറിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാം. ഹിയർ ദ മാക്സിമം എഫിഷ്യൻസി occurs at the same load current independent of power factor. അതായത് ഞാനിവിടെ പറഞ്ഞത് ദിസ് ഇസ് പവർ ഫാക്ടർ കറസ്പോണ്ടിങ് ടു 1, 0.8, 0.6 എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദി സെയിം ലോഡ് കറണ്ടിന് തന്നെയായിരിക്കും എന്ത് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? ലോഡ് പവർ ഫാക്ടറിന് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ നമ്മളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അയൺ ലോസും കോപ്പർ ലോസും അല്ലേ. ഈ അയൺ ലോസും കോപ്പർ ലോസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഇൻഫറൻസ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്ന് പറയുന്നത് എഫിഷ്യൻസി വേഴ്സസ് ലോഡ് കർവ് ക്യാരിയാണ്. അതിൽ തന്നെ ഈ എഫിഷ്യൻസി മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദി സെയിം റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം റേറ്റഡ് കറണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ. ആ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ വരാൻ കാരണം എന്താ? കാരണം നമ്മുടെ ഇവിടുത്തെ ലോസസ് എന്ന് പറയുന്നത് പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം PI കോൺസ്റ്റന്റ് ആണ്. പി കോപ്പർ ലോസ് എന്ന് I² Rനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടർ. ഇതായിരിക്കും എന്ത് ഒരു ഓൾമോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എഫിഷ്യൻസി വേഴ്സസ് ലോഡ് ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ, ഈ പറയുന്ന എഫിഷ്യൻസി ആൻഡ് പവർ ഫാക്ടറിന്റെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് മാറുന്നതെന്നനുസരിച്ച് നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചോളം if the load power factor decreases, correspondingly transformer output as well as efficiency decreases. അപ്പോൾ very important, load power factor ഇവിടെ load power factor എന്ന് പറയുന്നത് if load power factor decreases, correspondingly transformer output and transformer efficiency decreases, ഇതും ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ഫോമർ എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ പവർ ഫാക്ടർ കുറേ അതനുസരിച്ച് എന്ത് ചെയ്യണം? ആ ലോഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ എഫിഷ്യൻസിയും ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫിഷ്യൻസി മാക്സ്. ഈ എഫിഷ്യൻസി മാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് പവർ ഫാക്ടർ അല്ലേ. ഇൻക്രീസസ് വിത്ത് increasing power factor is highest at unity power factor. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ യൂണിറ്റി പവർ ഫാക്ടറിലാണ് ഹൈയസ്റ്റ്. അതുപോലെ തന്നെ when eta max is 0 when it is a purely reactive ലോഡ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? 0 പവർ ഫാക്ടർ ആയിരിക്കും. കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? എഫിഷ്യൻസി is 0. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പവർ ഫാക്ടറിൻ്റെ, അതായത് പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെയും എഫിഷ്യൻസി എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി, പവർ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചോളം എഫിഷ്യൻസി ഷുഡ് ബി മാക്സിമം അറ്റ് ഫുൾ ലോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നിയർ ടു ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കണം എന്ത്, അങ്ങനെയായിരിക്കണം ആ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിലോ ഫുൾ ലോഡ് കണ്ടീഷൻ ഇല്ല, 3/4 70% ഓഫ് ഫുൾ ലോഡിലായിരിക്കും എന്ത് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടേണ്ടത്. കാരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കൂടുതൽ സമയത്തും എന്താണ് ഒരു 70%, അതായത് 3/4 ഫുൾ ലോഡിലേക്ക് ആയിരിക്കും എപ്പോഴും വർക്ക് ചെയ്യുക. അത് നമുക്ക് ത്രൂ ഔട്ട് എഫിഷ്യൻസി കിട്ടണം. ഇനി അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു എഫിഷ്യൻസി ടേമാണ് ഓൾ ഡേ എഫിഷ്യൻസി. അത് നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിൽ നോക്കും. കാരണം കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. കാരണം ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കോർ എങ്ങനെയാണ്, അതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കണം, അയൺ ടു കോപ്പർ വെയിറ്റ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിൽ നിന്ന് ഓരോന്നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു 14 പോയിന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് അല്ലേ. അത്രയും പോയിന്റ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം. നമ്മൾ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞു. എഫിഷ്യൻസി എന്തായിരുന്നു? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 - ലോസസ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് നമ്മൾ പറഞ്ഞു. ഈ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ലോസസ് എന്തായിരുന്നു? ലോസസ് ഈസ് ഈക്വൽ ടു 1 എഫിഷ്യൻസി -1 ഇൻറ്റു ഔട്ട്പുട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹൗ ടു ഒബ്റ്റെയിൻ ലോസസ് ബൈ SC ടെസ്റ്റ് ആൻഡ് OC ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ബിക്കോസ് വാട്ട് മീറ്റേഴ്സ് നമ്മൾ വാട്ട് മീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ലോഡിങ് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റ് ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വിൽ ബി കറസ്പോണ്ടിംഗ്ലി എന്തുണ്ടാവും? കറസ്പോണ്ടിംഗ്ലി എറേഴ്സ് ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്യാത്തത് അല്ലേ. ഇനി എഫിഷ്യൻസി ഫോർ എ ഗിവൺ പവർ ഫാക്ടർ കറണ്ട് ആൻഡ് വോൾട്ടേജ് നമുക്ക് എങ്ങനെയായിരുന്നു ഇക്വേഷൻ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു VI cos phi, V2 I2 cos phi 2 ആണ്, V2 I2 cos phi 2 ബൈ V2 I2 cos phi 2 പ്ലസ് എന്തായിരുന്നു P അയൺ ലോസ് പ്ലസ് I2 സ്ക്വയർ R02 ആയിരുന്നു. ഇതായിരുന്നു എന്ത്? എഫിഷ്യൻസി ഫോർ എ ഗിവൺ പവർ ഫാക്ടർ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഗിവൺ പവർ ഫാക്ടർ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇനി എഫിഷ്യൻസി ഫോർ എ ഗിവൺ പവർ ഫാക്ടർ വോൾട്ടേജ് ആൻഡ് വേരിയിങ് ലോഡ്. വേരിയിങ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ വേരിയിങ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിയർ എഫിഷ്യൻസി ഫോർ എ വേരിയിങ് ലോഡ് V2 cos phi 2 ബൈ V2 cos phi 2 പ്ലസ് PI ബൈ I2 ആയിരുന്നു അല്ലേ, പ്ലസ് I2 R02 എന്ന് കിട്ടി. ഈ വേരിയിങ് ലോഡ് എന്ന് പറയാൻ കാരണം ആ വേരിയിങ് ലോഡ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വേരിയിങ് എലമെന്റിനെയാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ I2 ആണ് വേരിയിങ്. നമുക്ക് വേരിയിങ് ലോഡിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ അത് തന്നെ ചെയ്ത് നോക്കുക, ആ I2ന്റെ ടേംസിൽ എഴുതി നോക്കുക. മാത്രമല്ല നമ്മൾ മാക്സിമം എഫിഷ്യൻസി ഡിറൈവ് ചെയ്തു ഇവിടെ തന്നെയാണ്. ഇനി ഈ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് ലോഡ് വേരിയബിൾ പവർ ഫാക്ടർ പറയുമ്പോൾ ഈറ്റ ഈസ് മാക്സിമം എപ്പോഴാണ്? നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തുള്ളൂ, അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ, അതായത് cos phi is equal to 1 ആയിരിക്കുമ്പോൾ, cos phi 2 is equal to 1 ആയിരിക്കുമ്പോൾ, പ്യൂർലി റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കുമ്പോഴായിരിക്കും എന്ത്? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് ലോഡ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്, വേരിയബിൾ പവർ ഫാക്ടർ ആണ്. അതുകൊണ്ട് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് കോൺസ്റ്റന്റ് പവർ ഫാക്ടർ വേരിയബിൾ ലോഡ് നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസി മാക്സിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു P അയൺ ലോസ് ഈസ് ഈക്വൽ ടു P കോപ്പർ ലോസ്. അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കോൺസ്റ്റന്റ് ലോസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്, ഓർ PI ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R02. ദാറ്റ് ഈസ് PI ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ R02 ആയിരുന്നു ഈ കണ്ടീഷൻ. ഈ ഇത്രയും പോയിന്റ്സ് നമ്മൾ നോക്കിയത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്തായിരുന്നു? പോയിന്റ് നമ്പർ 8, കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് I2 സ്ക്വയർ R02 ആയിരുന്നു എന്ത്? PI എന്ന് പറയുന്നത്. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി കറണ്ട് അറ്റ് മാക്സിമം എഫിഷ്യൻസി എനിക്ക് എന്ത് കിട്ടിയായിരുന്നു? I2 is equal to root of PI by R02. ഈ കറണ്ടിന് കറസ്പോണ്ടിംഗ്ലി ആണ് എന്ത്? നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഇസ് KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി? നമ്മൾ പറഞ്ഞിരുന്നു KVA കറസ്പോണ്ടിങ് ടു മാക്സിമം എഫിഷ്യൻസി എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു KVA rated into root of P iron loss by എന്തായിരുന്നു? P full load copper loss ആയിരുന്നു. ക്ലിയർ ആണോ? ഇനി ഇതായിരുന്നു നമ്മുടെ എത്ര? പോയിന്റ് നമ്പർ 9 ആയിരുന്നു ഇത്. ക്ലിയർ ആണല്ലോ. ഇനി കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ്, അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? അതിന് മുമ്പ് തന്നെ എഫിഷ്യൻസി മാക്സിമം അറ്റ് ഫ്രാക്ഷണൽ ലോഡ് അറ്റ് X ടൈംസ് I full load എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു X ടൈംസ് S cos phi by X ടൈംസ് S cos phi പ്ലസ് 2 PI ആയിരുന്നു അല്ലേ. സോ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ 2 PI ആണ്. ഇതാണ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ P iron loss is equal to X square times P full load copper loss ആയിരുന്നു. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് P iron loss എന്ന് പറയുന്നത് എന്താണ്? iron loss is equal to X square times P full load copper loss. ഇതായിരുന്നു കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് ഫ്രാക്ഷൻ ലോഡ്. ഇനി ഫ്രാക്ഷൻ ലോഡ് അറ്റ് മാക്സിമം എഫിഷ്യൻസി എന്തായിരുന്നു? ഫ്രാക്ഷൻ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? X ഈക്വൽ ടു റൂട്ട് ഓഫ് P iron loss ബൈ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരുന്നു. ഇത്രയും ക്ലിയർ ആണോ? അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്ത് ഡിസ്കസ് ചെയ്തു? എഫിഷ്യൻസി വേഴ്സസ് കറണ്ട് കർവ് നോക്കി. അവിടെ നമ്മൾ എന്തൊക്കെയാണ് ആ ഇൻഫറൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാക്സിമം എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്ഫോമേഴ്സ് ഒക്കേഴ്സ് ആറ്റ്, അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫോമർ ഇസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് ആറ്റ് ഫുൾ ലോഡ്, അല്ലെങ്കിൽ നിയർ ടു ഫുൾ ലോഡിലാണ് എന്ത് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അറ്റ് 3/4 ഓർ അപ്രോക്സിമേറ്റ്ലി 70% ഫുൾ ലോഡിലാണ് എന്തുണ്ടാവുക? മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക.
ഇത്രയും പോയിന്റ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 14 പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും അറിയണം. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ നിന്ന് കുറച്ച് ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വേണം. നമ്മൾ എപ്പോഴും സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കുന്ന പോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു അഡ്വാൻസ്. കാരണം ട്രാൻസ്ഫോമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമുക്ക് ടൈം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ റിസൾട്ട്സ് എല്ലാം ഫിംഗർ ടിപ്സിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ 14 പോയിന്റായിട്ട് അറേഞ്ച് ചെയ്തത്. ഞാൻ നേരത്തെ നമ്മുടെ ബേസിക്സ് ക്ലാസ്സിലും ഇങ്ങനെ കുറേ ടാബ്ലേഷൻ നമ്മൾ നടത്തിയായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇതും ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക, അത് തന്നെ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഇനി നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ പ്രോബ്ലംസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ചെറിയ ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ആ ഒരു ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മിനിമം സമയത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെഷനിലുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഇൻഫർമേറ്റീവ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് നോട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറയാറുള്ള ചാർട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ഡിസ്കസ് ചെയ്തു. അതും വോൾട്ടേജ് റെഗുലേഷനും എഫിഷ്യൻസിയും കൂടി ഒരു സെഷനും അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സെഷനും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സെഷൻസ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാത്രം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എഫിഷ്യൻസിയിൽ നിന്നും റെഗുലേഷനിൽ നിന്നും മാത്രം തന്നെ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഈ സെഷൻ നന്നായിട്ട് നോക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഇൻഫർമേറ്റീവ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.